ശബരിമലയിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ സംഭവത്തോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളുടെ വിശദീകരണം, ആ സ്വർണം എങ്ങനെ പോയി, അതിൻ്റെ ഉടമസ്ഥർ ആരാണത് തട്ടിക്കൊണ്ടുപോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ദ്വാരപാലക പീഠം എങ്ങനെയാണ് ശബരിമലയുടെ അവിടുത്തെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിലെത്തിയത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പീഠം കാണിച്ച് ഈ 3-4 സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ച് പണമുണ്ടാക്കുന്നുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം 40 ദിവസം എടുത്തിരിക്കുന്നു. ശബരിമലയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ശബരിമലയിലെ സ്വർണം പൂശുന്നതിനും അവിടെ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആരുടെ അനുമതിയോടെയാണ് ഇപ്പോഴേ ഈ ദ്വാരപാലക ശില്പവും അതിൻ്റെ പീഠങ്ങളുമൊക്കെ ശബരിമലയ്ക്ക് വെളിയിൽ കൊണ്ടുപോയത്? തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളെ പണിഷ് ചെയ്യേണ്ടി വരും. ആ ഉത്തരവാദികൾ അതിനകത്ത് പോയ സ്വർണങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് റിക്കവർ ചെയ്യണം. 48 കിലോ സ്വർണം കേരളത്തിലും ഇന്ത്യയിലും എവിടെയായാലും അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് എസ്കോർട്ട് വേണം. 48 കിലോ സ്വർണമെന്ന് പറയുമ്പോൾ നിസ്സാര സംഖ്യയല്ല. നമുക്ക് സ്വർണത്തിൻ്റെ 1 കിലോ സ്വർണം 125 പവനാണ്. നേരത്തെ 118 പവൻ ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഒരു കണക്ക് എനിക്ക് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 125 പവനാണ്. അപ്പോൾ 125 പവൻ്റെ ഇന്നത്തെ 85,000 രൂപ വരെ വില എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കോടി രൂപയാണ് ഒരു കിലോ സ്വർണത്തിന് വരുന്നത് നമ്മൾ നോക്കിക്കോണം. 10 കോടി രൂപ എടുത്ത് വരും. 4.5 കിലോ സ്വർണമെന്ന് ഇപ്പോൾ 45 കോടി സ്വർണം. അതാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. അതിനകത്തൊരു കണക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെമ്പ് ചേർക്കും, അതോടൊപ്പം തന്നെ മറ്റു ചില കെമിക്കൽ സാധനങ്ങളെ ചേർക്കുമ്പം കുറേ ഒക്കെ കുറവുണ്ടാകും. ആ സൈസ് വിലകളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. കാരണം സ്വർണം ഒരിക്കലും ഡിസപ്പിയർ ചെയ്ത് പോവില്ല. ആ സ്വർണം അവിടെ ഉണ്ടാവും. കാരണം ആ മെറ്റലിൻ്റെ കട്ടി അങ്ങനെയാണ്. അത് പൂശിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. അതിനകത്ത് മറ്റ് ചില ലോഹങ്ങൾ ചേർന്നുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞ എന്നൊക്കെയുള്ള വാദഗതികൾക്കൊന്നും പ്രസക്തിയില്ല. ഏതായാലും കള്ളനെ തീർച്ചയായിട്ടും ഹൈക്കോടതി പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ 2019 മുതൽ ഉള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞെങ്കിലും 1999 മുതൽ ശ്രീകോവിലിലെ സ്വർണങ്ങൾ പൂശുന്നുണ്ട്. അന്ന് മുതലുള്ള കണക്കുകളും അന്ന് മുതലുള്ള കാര്യത്തിലേക്കും ഹൈക്കോടതി പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ശബരിമലയിൽ വരുന്ന ഡയമണ്ട്, പല ഭക്തരും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ടുകൾ അങ്ങോട്ട് വലിച്ചെറിയും. അപ്പോൾ അതിൻ്റെ മാറ്റു നോക്കേണ്ടി വരും. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന് പകരം ഒരു ഡയമണ്ട് എടുത്ത് വെച്ചാൽ മതി. വെറും 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ ഡയമണ്ട് കിട്ടും. വെച്ചിട്ട് അതിനകത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1 കോടി 1.5 കോടി വിലയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റും. ഇത് ഈ ശബരിമലയിലെ സർവ്വസാധാരണ ഏതൊക്കെ രംഗത്തുകൂടിയാണ് പണം അവിടെ വരുന്നത്. അത് കണക്കുള്ള പണങ്ങളുമുണ്ട്, കണക്കില്ലാത്ത പണങ്ങളുമുണ്ട്. വിവിധ മേഖലയിലുള്ള ആ എക്സ്പെൻസ് എത്ര കോടി രൂപ വരുമെന്നൊക്കെ നമ്മൾ ആലോചിച്ചോണം. നമ്മൾ നേരത്തെ തമിഴ്നാട്ടിലെ അവിടുത്തെ ലഡ്ഡു വിൽക്കുന്ന ഒരു അമ്പലമുണ്ട്. അതിനെപ്പറ്റിയുള്ള അവിടുത്തെ സ്കാൻഡലെല്ലാം പുറത്തു വന്ന് നമ്മളൊക്കെ ഞെട്ടിത്തിരിച്ചു പോയതാണ്. കാരണം തിരുപ്പതിയിലെ ആ ലഡ്ഡുവിനെപ്പറ്റി, ലഡ്ഡു വിതരണം, അതിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള അഴിമതിയെപ്പറ്റിയൊക്കെ വളരെ വിപുലമായ രീതിയിൽ അന്വേഷണം നടന്നു. അതിൻ്റെ കൾപ്രിറ്റിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുത്തിട്ടുമുണ്ട്. എന്തായാലും ഈ പോലീസ് എസ്കോർട്ട് ഇല്ലാതെ ശബരിമലയിൽ നിന്ന് 44 കിലോ സ്വർണം എങ്ങനെ കൊണ്ടുപോകും? അതിനകത്ത് മടങ്ങി വന്നതിനകത്ത് 4.5 കിലോ സ്വർണം കാണാനില്ല. ആരടിച്ചു മാറ്റി? ആരാണ് ഇതിൻ്റെ സ്പോൺസർ? ഇയാളെങ്ങനെ ഒരു സ്പോൺസറാകുന്നത്? ദേവസ്വം ബോർഡോ ഗവൺമെൻറ്റോ അറിഞ്ഞിട്ട് തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? അത് അവിടെ പാരമ്പര്യമായിട്ട് അങ്ങുള്ള
കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണോ? പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിക്കോണം. പക്ഷേ പണം അടിച്ചു മാറ്റുന്നതിനും അവിടെ വരുന്ന വരുമാനത്തിൽ ഷെയർ പറ്റിക്കൊണ്ട് പോകുന്ന ഒന്നും നടക്കില്ല. കാരണം അവിടെ ഇന്ന് ശബരിമലയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ആർക്കും പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ച് ശബരിമലയുടെ ആ പ്രതിഷ്ഠയുടെ സിഗ്നിറ്റി അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ ആ ഉദ്ദേശമനുസരിച്ച് അവിടെ 10 വയസ്സിനും 50 വയസ്സിനിടയ്ക്ക് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല പാരമ്പര്യമായിട്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും സുപ്രീം കോടതിയിലെ വിധി വന്നപ്പം ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം എന്നുള്ള വിധി കിടപ്പുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ചുള്ള കാര്യത്തിലേക്കാണ് ശബരിമല ഊന്നി നിൽക്കുന്നത്. അതനുസരിച്ച് പോട്ടെ കാര്യങ്ങൾ. അതിന് വിഘാതം വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ശബരിമല വളരെ ശാന്തമായ ഒരു പ്രദേശമാണ്. അവിടെ ഭക്തജനങ്ങൾ വന്ന് മടങ്ങിപ്പോകുന്ന സ്ഥലങ്ങളാണ്. ദേവസ്വം കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. അതിനൊക്കെ നവോത്ഥാനം വേണം. അതിനൊക്കെ പുനരുദ്ധരിക്കണം. അവിടുത്തെ ജീവനക്കാർക്ക്, കഴകക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും അവിടെ ശമ്പളം കൊടുക്കണം. ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. അത് മുഴുവൻ സംരക്ഷിക്കണം. പാരമ്പര്യമായിട്ടുള്ള പ്രശസ്തമായ പല അമ്പലങ്ങളും കേരളത്തിൽ ഇന്ന് സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേടുന്നുണ്ട്. അതേസമയത്ത് ഇതുപോലെ വരുമാനം കൂടുതലുള്ള അമ്പലങ്ങളിലെ ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അവ പുനരുദ്ധരിക്കുന്നതും ആ അമ്പലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും അവിടെ ജീവനക്കാർക്ക് വേതനം കൊടുക്കുന്നതും. അതുകൊണ്ട് പരിപാവനമായ ശബരിമലയിലെ വരുമാനത്തെ തൊട്ടാരും കളിക്കരുത്. അത് ഹൈക്കോടതി ഇപ്പം കൃത്യമായിട്ട് അത് കണ്ടെത്തിയിരിക്കുന്നു. ശബരിമലയിലെ അടുക്കും ചിട്ടയുള്ള ഒരു 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 കണക്ക് വേണ്ടി വരും. അത് എല്ലാവരും സഹകരിച്ച് ആ പണം സ്വാമിക്ക് മുമ്പിൽ എല്ലാവരും ഭക്തജനങ്ങളും കൊടുക്കുന്ന ആ പണത്തിന് കണക്കുണ്ടാകണം. അത് അർഹരായവർക്ക് കയ്യിലെത്തണം. അതുപോലെ തന്നെ കേരളത്തിലെ വളരെയധികം ആൾക്കാർ ശബരിമലയിലെ വരുമാനത്തിൻ്റെ പുറത്ത് അവിടെ പല കച്ചവടക്കാരുമായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും ഒക്കെ വളരെയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമല അയ്യപ്പൻ്റെ ഭക്തരായിട്ടുള്ളവരും അല്ലാത്തവരും അവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിമല മുന്നോട്ട് അതിശക്തമായി മുന്നോട്ട് പോകട്ടെ. അതിനുള്ള സംരക്ഷണം ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.